ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ റെസിപ്പി കപ്പ വെച്ചിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. നമുക്കിതൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ ലഞ്ചായിട്ടോ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് കപ്പയാണ്. കപ്പയ്ക്ക് നമുക്ക് മരച്ചീനി എന്ന് പറയാം. ഈ കപ്പ ഞാനിപ്പോൾ ഇവിടെ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പുറം ഭാഗത്തുള്ള ഈ തോലൊക്കെ ഒന്ന് നീക്കം ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് കഴുകി നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ആദ്യം തന്നെ വേണ്ടത്. കപ്പ പുഴുങ്ങാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ കപ്പ ഞാനിവിടെ നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ തന്നെ ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള കപ്പ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇത് മുഴുവനും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. കപ്പ കട്ട് ചെയ്തതിന് ശേഷവും ഞാൻ കപ്പ കഷ്ണങ്ങൾ കഴുകിയെടുക്കാറുണ്ട്. കഴുകിയെടുത്ത് വെള്ളമൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് വേവിച്ചെടുക്കാറ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു മുഴുവൻ കപ്പയും ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സാധാരണ എങ്ങനെയാണ് വേവിക്കാറുള്ളത് വെച്ചാൽ അതുപോലെ വയ്ക്കാം. കുക്കറിൽ വേവിക്കേണ്ടവർക്ക് അങ്ങനെ വേവിക്കാം. നമ്മൾ ചെമ്പിലൊക്കെ വെച്ചിട്ട് അടുപ്പത്താണ് വേവിക്കുന്നത് വെച്ചാൽ അങ്ങനെയും വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. നമ്മുടെ പെട്ടെന്ന് വേവാനുള്ള സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ കുക്കർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് കപ്പയ്ക്ക് മുകളിലായിട്ട് വെള്ളം വെച്ച് കൊടുക്കാം. വെള്ളം നമുക്ക് ഊറ്റി കളയാനുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ കപ്പയ്ക്ക് മുകളിലായിട്ട് തന്നെ വെള്ളം നിന്നോട്ടെ. ഇത് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കല്ലുപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് വിസിൽ ഇടുക. ഇതിലേക്ക് ഞാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് തേങ്ങ ചിരവിതെടുത്തിട്ടുണ്ട്, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 2 വെളുത്തുള്ളി അല്ലി കൂടി എടുത്തിട്ടുണ്ട്. ഒരു 5 ചെറിയുള്ളി അല്ലിയും 2 വെളുത്തുള്ളി അല്ലിയും ഒരു 4 വറ്റൽമുളകുമാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 വിസിലൊക്കെ ആകുമ്പോൾ തന്നെ എൻ്റെ കപ്പ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം നമ്മൾ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. കപ്പ വെന്തതിന് ശേഷം നമുക്ക് കുക്കറിൽ നിന്ന് പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിവാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ വെള്ളം കുടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് കപ്പ. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിവാക്കിയാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കപ്പയിലേക്ക് താളിക്കാനുള്ള വറവാണ്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 4 വറ്റൽമുളകും ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വറ്റൽമുളകൊന്ന് നന്നായിട്ട് മൂപ്പിച്ച് വരുന്നത് വരേക്കും ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അതുപോലെ തന്നെ 2 വെളുത്തുള്ളിയുടെ അല്ലിയും ഉണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചതച്ച ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇട്ടിട്ട് അതൊന്ന് മൂപ്പായിട്ട് വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയെടുത്തിട്ടുണ്ട്. ആ തേങ്ങ ചിരവിയതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ചൂടായിട്ട് വരുന്നത് വരെ അതൊന്ന് വറുത്തെടുക്കാം. കളർ ചേഞ്ച് ആകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കപ്പ വേവിക്കുമ്പോൾ തന്നെ ഉപ്പൊക്കെ ചേർത്ത് വേവിച്ച് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് നമ്മുടെ ഈ വറവിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ താളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു സേവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്